5 ആണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. ഡേറ്റ് 12th Feb. ടെമ്പറേച്ചർ അറൌണ്ട് -9 degree ഉണ്ട് ഇപ്പോൾ. ഇത് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ലാസ്റ്റ് ഡേ ആണ്, 3rd ഡേ ആണ്. ഇന്ന് നൈറ്റ് മോസ്കോയിലേക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ട്. ഇന്ന് ഇവിടുത്തെ 2-3 പാലസും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റായി ഇന്ന് റൂമിൽ നിന്ന്. ആൻഡ് ഇന്ന് ഇവിടെ സ്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലാണ് സ്നോഫാൾ പോലെ തോന്നുമെങ്കിലും ഇത് മഴ പെയ്യുന്ന പോലെ ഉണ്ട്. അതിന് ക്വാണ്ടിറ്റി ഇല്ല എന്നെങ്കിലും ഭയങ്കര മഴ പെയ്യുന്ന പോലെ ഉണ്ട്. ഇവിടെ ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുകയാണ്. അത് കാണിച്ചത് ഇവിടെ കാർസും എല്ലാം ഇങ്ങനെ സ്നോയിൽ മൂടിക്കിടക്കുകയാണ്. ഈവൻ റോഡ് വരെ സ്നോയിൽ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. സോ ഇനി ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര സ്നോ ആണ്. ഇവിടുത്തെ കാക്കകളൊക്കെ ഉണ്ടോ? അല്ല, ഒരു കളർ ചേഞ്ച് ഡിഫറൻസ് നല്ല തടിയുണ്ട്. ഇത് കാക്കാവില്ല, ഇത് കാക്കയാണ്, റേവനാണ്. അവിടുത്തെ കാക്കകൾ കാക്കയാണോ വേറെ എന്തോ സാധനം? വേറെ എന്താണ്, ഗ്രേ ആൻഡ് ബ്ലാക്ക്. എൻ്റെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞങ്ങൾ നടന്നു വന്ന ഫ്ലോറായിരുന്നു. അത് ഫുള്ള് സ്നോ വീണ് ഫുള്ള്. ഇപ്പൊ റോഡ് ഏതാ മനസ്സിലാവണില്ല, അടിക്ക് നടക്കണം. ഇതൊക്കെ റോഡാരാ? ഞങ്ങൾക്കാണെങ്കിൽ നന്നായിട്ട് സ്ലിപ്പ് ആവുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ കിടന്നിട്ട് സ്നോ ആയിട്ട് കിടന്നിട്ട് ആ സ്നോ കാണിച്ചത് നിങ്ങൾക്ക് കണ്ടോ? സോ ഇവിടെ എന്തോ ഒരു കുട്ടികളെ കാണാം. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഇതേപോലെ കുറെ കുട്ടികൾ. സ്കൂൾ ടൂർ വരുന്നതാണ്. ഇന്നത്തെ ഐറ്റിനറി പറയായിരിക്കും. അതെ, അതൊക്കെ സ്കൂളിലെ കുട്ടികളാണ്. ഞങ്ങളെന്തായാലും ബസ് കയറട്ടെ. ഇന്ന് ഞങ്ങൾ ബസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. ഇന്നലെ ഞങ്ങളൊരു ബസ് എടുത്തായിരുന്നു, അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ ഇന്നലെ എടുത്ത ബസ് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ബസ് എടുത്തിട്ട് വേണം, ഒരു ഐലൻഡ് പോലൊരു സ്ഥലമുണ്ട് അവിടെ പോകാൻ. സോ ഇപ്പോൾ ഇവിടെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ബസ് കയറിയിട്ട് ഉള്ള വീഡിയോസ് കാണിച്ചു തരാം. ബസ്സിൽ കയറുവാണ്. ഇതൊരു ഞങ്ങൾ ആ ട്രോളി ബസ്സിൽ കയറിയില്ലേ, കയറിയിട്ട് ഇറങ്ങാൻ നേരം അതിനകത്താണെങ്കിൽ കണ്ടക്ടറില്ല. ഇന്നലെ കയറിയ ബസ്സിനകത്താണെങ്കിൽ കണ്ടക്ടറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറിൻ്റെ ചോദിച്ച് ടിക്കറ്റിന് പൈസ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ടിക്കറ്റ് ഇതില്ല, പൈസ കൊടുത്തുള്ള ടിക്കറ്റ് ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കാർഡില്ല. അപ്പം പുള്ളി പറഞ്ഞു ടിക്കറ്റൊന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ 88 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. അത് സാധാരണ നമ്മൾ കാർഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെന്തോ 65 രൂപ വാങ്ങാണ്ടാണ് മറ്റേ ഇതിൻ്റെ മറ്റേ തുറക്ക കാർഡ് നമ്മൾ എടുത്തില്ല, അതുപോലത്തെ കാർഡ് എടുക്കുകയാണെങ്കിൽ. സോ ഇനി ഞങ്ങൾ പുറത്തൊരു പാലസിലേക്ക്, ഏത് പാലസിലാണ് പോകുന്നത്? പീറ്റർ ആൻഡ് പോൾ ഫോർട്ടസ്. ആ ഫോർട്ടിൽ പോവാണ്. അവിടെ തന്നെ 2-3 പ്ലേസസ് ഉണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. മറ്റേ മ്യൂസിയം ഓഫ് സ്പേസ് എക്സ്പ്ലോറേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെ അതെ. ഞങ്ങളെന്തായാലും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോഴത്തേക്കുള്ള കാഴ്ചകൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് അവിടെ ഉള്ള ഒരു ബിൽഡിങ് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ഡ്രസ് ഷോപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഐലൻഡ് പോലത്തെ സ്ഥലത്തല്ലേ, ഒരു സെപ്പറേറ്റ് ഐലൻഡ് പോലത്തെ ഒരു പ്ലേസാണ്. ഇന്നിവിടെ ഫുള്ള് ചെളിയായിട്ട് കിടക്കുവാണ്, ഈ ഐസ് ഇങ്ങനെ റോഡിലൊക്കെ. അതുകൊണ്ട് നടക്കുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് ഇവിടെ പ്രാവും താറാവിനെയൊക്കെ കാണാം. അവിടെ റിയൽ നമ്മളെ ഫോട്ടോയിൽ കണ്ട ഡക്കല്ലേ? അതെ, റിവറിൽ ഡക്ക് പോണു. റിവറിയാണെങ്കിൽ നമുക്ക് പോയി നമുക്ക് നടക്കാന്ന് തോന്നുന്നു ഈ റിവറിൽ കൂടെ. വേണമെങ്കിൽ പാലം വേണ്ട, നമുക്ക് റിവറിൽ കൂടെ ആണെന്ന് ക്രോസ് ചെയ്യാം. എന്ത് പറയുന്നില്ലല്ലോ, റിവറിൽ കൂടെ ആണെന്ന് ക്രോസ് ചെയ്താലാ? വേണ്ട, ഇതിൽ കൂടെ നടക്കാൻ വയ്യ. ഞങ്ങള് പോകുന്നത് ആ കാണുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പൊ ഫേസ് ഒക്കെ മരവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അവിടെ ആയിട്ടൊരു കപ്പിൽ കാണാം, ആ ഭാഗത്തായിട്ടൊരു കപ്പിൽ പോലെ സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഐസ് ബ്രേക്കിംഗ് ഷിപ്പാ.
ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് ആണ് തോന്നുന്നു കണ്ടിട്ട്. നോർമൽ ഷിപ്പിൻ്റെതല്ലല്ലോ. ചെന്ന് നോക്കണം. നിങ്ങളെന്തായാലും ഫുള്ള് എൻ്റെ ബ്ലാക്ക് ജാക്കറ്റ് ആയതുകൊണ്ട് ഫുള്ള് സ്നോ അറിയുന്നുണ്ട്. എൻ്റെ പാൻറ്റിലും എല്ലാത്തിലും അവളുടെ ഫേസ് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് അറിയത്തില്ല. എൻ്റെ ഫേസിലില്ലല്ലോ. ഉണ്ട്, മീശയിലൊക്കെ ഉണ്ട്. ഫുള്ള് സ്നോ, എല്ലാം ഫുള്ള് വൈറ്റ് ആയിട്ടിരിക്കുന്നു. വൈറ്റ് കണ്ട് കണ്ട് കൊടുത്ത്. അതെ, ഇനി കാണണമെങ്കിൽ എത്ര കഴിഞ്ഞിട്ടുണ്ടാവോ ഇൻഷാല്ലാ. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ലോങ് സ്ട്രക്ചറുള്ള ഈ ബിൽഡിംഗ് ആണ് പീറ്റർ ആൻഡ് പോൾ ഫോർട്രസ്. ഇതാണ് വൺ ഓഫ് ദി ദി ഓൾഡസ്റ്റ് സ്ട്രക്ചർ ഇൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് സിറ്റീൻ്റെ ഫൗണ്ടേഷൻ തന്നെ ഈ ബിൽഡിംഗാണെന്ന് പറയാം. ഇത് ആക്ച്വലി ഒരു ഡിഫെൻസീവ് ആയിട്ട് ചെയ്തതാണ് എഗെയിൻസ്റ്റ് സ്വീഡന് എഗെയിൻസ്റ്റ് ആയിട്ട് നോർത്തേൺ വാർ സമയത്ത് 1703 പീറ്റർ ദ ഗ്രേറ്റ് ഉണ്ടാക്കിയ ഒരു ഫോർട്രസ്സാണ് ഈ ബാക്കിൽ കാണുന്ന പീറ്റർ ആൻഡ് പോൾ ഫോർട്രസ്. ഇത് വരുന്ന ഒരു സയാഷി, പ്രൊനൗൺസിയേഷൻ നോട്ട് ഷുവർ, ബട്ട് സയാഷി ഐലൻഡ് എന്നുള്ള സ്ഥലത്താണ് ഈ പീറ്റർ ആൻഡ് പോൾ ഫോർട്രസ് ഉള്ളത്. ഇതിൻ്റെ ചുറ്റും വേറെ ഒരുപാട് മ്യൂസിയംസ്, വേറെ കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഞങ്ങളിവിടെ 1-2 പ്ലേസസിൽ പോകാനിന്ന് പ്ലാനുണ്ട്. ഇന്നത്തെ ഐറ്റിനറി അറൗണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അതിലൊന്നാണ് പീറ്റർ ആൻഡ് പോൾ കാത്തഡ്രൽ. അവിടെയാണ് പീറ്റർ ദ ഗ്രേറ്റും പിന്നെ ഞാൻ ഫ്രണ്ടിൽ തന്നെ എംബ്രസ് കാത്തറിൻ അവർ രണ്ടുപേരും എന്താ നമ്മൾ പറയുന്നത് അത് ഇവിടെയാണ് ഗ്രേവ്യാർഡ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. പീറ്റർ ആൻഡ് പോൾ ഫോർട്രസ്. എൻ്റെ ബാക്കിലേക്ക് ഇതുണ്ടല്ലേ, ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്നുള്ളത് നോക്കണം. റഷ്യൻ റവല്യൂഷന് ശേഷം ബോൾഷെവിക്സ് എന്ന ലെനിൻസ് പാർട്ടി, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഈ സോവിയറ്റ് എറയില്ലേ ആ സമയത്ത് അവർ ഈ ഫോർട്രസിനെ എന്താ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താ കേൾക്കാം, ഫോർട്രസിനെ ഒരു പ്രിസണർ ആക്കി മാറ്റി. അങ്ങനെ അവർ ഫേമസ് ആൾക്കാരൊക്കെ പ്രിസണേഴ്സ് ആക്കി വെച്ച്. അതിൽ നോട്ടബിൾ ആയിട്ടുള്ള 2-3 ആൾക്കാരാണ്. ഒന്ന് ഈ പീറ്റർ ദ ഗ്രേറ്റ്, ഇതുണ്ടാക്കിയ പീറ്റർ ദ ഗ്രേറ്റിൻ്റെ സൺ അലക്സി ഐ ഗസ്, അതും പിന്നെ റെവല്യൂഷനിസ്റ്റ് ഇല്ലേ ലിയോൺ ട്രോട്സ്കി, റൈറ്റർ, അങ്ങനെയൊക്കെ അതിനും ഇവിടെയാണ് പ്രിസൺ ചെയ്ത് വെച്ചത്. സോ അതുകൊണ്ട് ഈ ഫോർട്രസിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ആഫ്റ്റർ റഷ്യൻ റവല്യൂഷൻ. ഇവിടെ കാണുന്നത് ആക്ച്വലി ഈ നമ്മൾ നിൽക്കുന്ന ഒരു ഫോർട്രസ് ആണ്. ഇതിൻ്റെ ചുറ്റും ഒരു ഫോർട്രസിനകത്താണ് ഈ ബിൽഡിംഗ് മൊത്തം നിൽക്കുന്നത്. ഈ നേരത്തെ കണ്ട ഒരു മഞ്ഞ ഇത് ആക്ച്വലി അവിടുത്തെ അതെ പീറ്റർ ആൻഡ് പോൾ കത്തീഡ്രലാണ്. ഇനി ഇവിടെ എന്തോ ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെയാണ്, ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ എന്തോ ഒരു ഐറ്റം കണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. സോ അവിടെ ഞങ്ങൾ കയറുന്നില്ല, കാണാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇനി ഇവിടെ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ പോവാണ് ഞങ്ങൾ. ഇവിടെ മൊത്തം റഷ്യയിൽ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. ലോക്കഡി ഈ ബാക്കിൽ നേരെ കാണുന്നതാണ് പീറ്റർ ആൻഡ് പോൾ ദ കത്തീഡ്രൽ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ടൂറിസ്റ്റ് ഗ്രൂപ്പിനെ കാണാം. നല്ല സ്നോ ആയതുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താ പറയുക, ഇതിനെക്കുറിച്ചിട്ടുള്ള ഇത് ഒരു സിമിത്തേരിയാണത് ആക്ച്വലി. ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കമാൻഡ്സിന്റെ അവിടുത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആ റാങ്കിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ ചെയ്തിട്ടുള്ളൂ. അതെ, ഇവിടെ കാണുന്ന പീറ്റർ ദ ഗ്രേറ്റിന്റെ ഒരു സ്റ്റാച്ചു കണ്ടാന്ന് തോന്നുന്നു.
വി ആർ നോട്ട് ഷുവർ. അവിടെ അങ്ങനെ കണ്ടായിരുന്നു എഴുതി വെച്ചിരുന്നത്. ഫുള്ള് സ്നോയിൽ കിടക്കുവാണ്. ഇവിടെ ഞങ്ങളിനി ചിലപ്പോൾ ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട്, എന്തായിരുന്നു ടോർച്ചർ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, പ്രിസണേഴ്സിനൊക്കെ ടോർച്ചർ ചെയ്ത സംഭവങ്ങളൊക്കെ, അതൊക്കെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ നോക്കാം. ഞാൻ അവിടെ ചോദിക്കട്ടെ, കുറച്ച് വാങ്ങാൻ അല്ല കിട്ടുമോ? നിന്നെ അവിടെ വെക്കണമെന്ന്. ഞാൻ എന്താ ചോദിക്കാൻ പോണറിയാം, ഇതിലേതെങ്കിലും ടോർച്ചർ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാൻ കിട്ടുമോ? നിങ്ങക്ക് ഡെയിലി ടോർച്ചർ ചെയ്യാം. അല്ല അതാ ഞാൻ പറയുന്നത്. പക്ഷെ ഓൾറെഡി ടോർച്ചർ ഉണ്ടല്ലോ അല്ലേ. നിന്നെ അവിടെ ആണെങ്കിൽ എക്സിബിഷൻ വെച്ചോളാം, മാസം മാസം പൈസ തന്നാ പോരെ. ഞാൻ എന്താ ടോർച്ചർ ചെയ്യുന്ന ആളായിട്ടാ? ഇൻസ്ട്രുമെന്റ് ഇന്നാണ് അവിടെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ലാസ്റ്റ് ഡേ. ഇന്ന് ഞങ്ങൾക്ക് കുറെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കടകൾ കാണുന്നില്ല, അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓരോ സോങ്ങും സൈറണും അതെ എല്ലാം കേൾക്കാം. ആ സ്ഥലം എവിടെ നോക്കിയേ മാപ്പില്. ആക്ച്വലി വീഡിയോയിൽ കിട്ടില്ല, പക്ഷെ ഇവിടെ ഒരു വലിയൊരു വെടി വെച്ച് കിട്ടി. കാനോൺ ഷോട്ട് പോലത്തെ ഒരു വെച്ച് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് ആയിരിക്കും ഒരു വലിയൊരു വെടിയാ പൊട്ടിയത് ഇവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ കൂട്ടമണിയും കേൾക്കാം. ഫോൺ പിടിച്ചേ. ഞങ്ങളിപ്പോൾ വന്നത് ആ ഫോർട്രസിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടാണ് വന്നത്. നിങ്ങളിവിടെ കാണുന്നത് റിവറാണ്, ഇതൊരു റിവറാണ്. സോ ഇതാണ് ഫോർട്രസ്. ഈ അവിടെ നടന്നു വരുന്ന ഫോർട്രസിൻ്റെ അവിടെ നിന്നാണ്. അവിടെ ബാക്കി കാണുന്നതാണ് ഫോർട്രസ്. ഇവിടെ ഇവിടെയാണ് ഫോർട്രസ്. ഇതാണ് ഫോർട്രസിന്റെ എൻട്രൻസ്. അവിടെ നമുക്കൊരു ഫ്ലാഗ് കാണാം. ഇവിടെ അതാ അതാണ് ഞങ്ങൾ കപ്പല എന്താ കണ്ടാണ്. ഇവിടെ ആൾക്കാർ ഇറങ്ങി ലവ് ചിഹ്നമൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. ഇത് ഇവിടത്തെ ലേക്കാണ്. നമുക്ക് ട്രൈ ചെയ്യണോ? വീഴോ? ഇയാളോട് ചോദിച്ചാൽ മതി. നോക്കാം. ഇവിടെ ഒന്ന് രണ്ട് കനൗൺസ് കാണാം ഇവിടെ. പക്ഷെ ഞങ്ങളെന്തായാലും കനൗണിൻ്റെ വെടി വെച്ച് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ഇത് ഫോർട്രസ് അല്ലേ, അവിടെ മറ്റൊരു കൺവെയർ ബെൽറ്റ് പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതുവരെയാന്ന് തോന്നുന്നു കനൗൺസൊക്കെ ഏറ്റി വിടുന്നത്. മറ്റേ ഉണ്ടകൾ ആ സമയത്ത് കൺവെയർ ബെൽറ്റ് ഒന്നും കാണത്തില്ലല്ലോ. ഞങ്ങളങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കണം. എങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നേ? ഇത് മുകളിലെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി അങ്ങോട്ടാടി. വ്യൂ പോയിന്റ് നമുക്ക് നിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണ്ടേ? ഓക്കെ. ഇത് പറയാം. ഇത് ഇവിടുത്തെ കാനോണാണ്. അതൊക്കെ വലിയ ഷോട്ട് വെച്ച് അടിക്കാൻ പറ്റുന്നതാണ്. ഇത് ലോങ് റേഞ്ച് അടിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇത് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അവിടെ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കാണണമെന്നുണ്ടെങ്കിൽ മഞ്ഞ് മാറ്റണം. പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. 85 mm. ഓ 85 mm ഇതിടുന്നതായിരിക്കും ബുള്ളറ്റ്. അതാണിത്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് എനിക്ക്.
ആൻഡി എയർക്രാഫ്റ്റ് ഗൺ മോഡൽ 1939 85. ഓ ഇത് വേൾഡ് വാർ ടൈമിലൊക്കെ യൂസ് ചെയ്ത സാധനമാണ് ഈ സാധനം. ഇതിനകത്ത് മറ്റേ ഇത് റെഡ് ആർമി ഇവരുടെ ആർമിനോ പറഞ്ഞാണ് ബോൾഷെവിക് ആർമിയാ തോന്നുന്നു അല്ലേ റെഡ് ആർമി. എടി ഇത് നീ മറ്റേ കണ്ടിട്ടില്ലേ മൂവീസിലൊക്കെ, അതായത് എയർക്രാഫ്റ്റിന് വെടിവെച്ചിടുന്ന ആര് കണ്ണാണ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാറിൽ യൂസ് ചെയ്ത ഈ സാധനം. ഞാനിപ്പോൾ നിൽക്കണ എവിടെ വെച്ചാൽ ഒരു എക്സിബിഷനാണ്, ടോർച്ചർ ഓഫ് മിഡിൽ ഏജസ് എന്നാണ് പറയുന്നത്. ഈ പ്രിസണേഴ്സിനെ എങ്ങനെയാണ് അവർ മിഡിൽ ഏജിൽ ടോർച്ചർ ചെയ്തത്. ലെനിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല ടോർച്ചർ. ലെനിൻ്റെ അല്ല, രാജാക്കന്മാരല്ല. ലെനിൻ്റെ സമയത്തില്ലായിരുന്നു. ഇല്ല, അവർ ഇതൊക്കെ നിർത്തലാക്കിയ ആൾക്കാരാണ്. സാർഡം മറ്റൊക്കെ ഉള്ളത് ഈ രാജാക്കന്മാരുടെ സമയത്തായിരുന്നു. പീറ്റർ ദ ഗ്രേറ്റും കാത്തറിൻ ആൻഡ് അലക്സാണ്ടർ ഇവരുടെയൊക്കെ കിങ് ഭാഷ സമയത്ത്. ആ സമയത്ത് ഇവരെ എങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്തിരുന്നു കാണിക്കാനുള്ളതാണ്. അതിൽ മേ ബി ഇതായിരിക്കും ഇത് ഒരു മെത്തേഡ്. ഇതിൽ എന്നെ കൊള്ളൂല, കയ്യിൽ ഫോണുണ്ട് അത് പിടിക്ക്. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ ഇടിയാറ് ഇതാരല്ലേ, എന്നിട്ട് ചാട്ട പറഞ്ഞടിക്കും. ഇങ്ങനെ തലേനകത്ത് കുടുങ്ങിപ്പോ തല കൊടുങ്ങാൻ വീണ്ടും എടുക്കാൻ കിട്ടണം. ഒരു ഫോട്ടോ എടുക്കും. ഞങ്ങളിപ്പോൾ ഉള്ളത് റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മ്യൂസിയം ഓഫ് സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ പുറത്താണ്. നമുക്കറിയുന്ന പോലെ ഫസ്റ്റ് മാൻ ഇൻ സ്പേസ് യൂറി ഗാഗറിൻ, അദ്ദേഹം ഒരു എന്താ സോവിയറ്റുകാരനായിരുന്നു അല്ലേ. എന്താ പറയുക, ബോൾഷെവിക് പാർട്ടി ഇല്ലേ സോവിയറ്റിൻ്റെ ലെനിൻ്റെ, ആ പാർട്ടിയിലൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ യൂറി ഗാഗറിൻ്റെ ആ ഒരു അച്ചീവ്മെന്റ്. അതെ, നമ്മളിപ്പോൾ ഏത് ഗിഫ്റ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും യൂറി ഗാഗറിൻ്റെ സുവനീഴ്സും കാര്യങ്ങളും അതൊക്കെയാണ്. അത്രയും റെസ്പെക്റ്റ് എന്തൊക്കെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല റഷ്യ സ്പേസ് എക്സ്പ്ലോറേഷനിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു ബാക്കി എല്ലാ കൺട്രീസിലേറെ. മറ്റേ ഫസ്റ്റ് പോയ ഡോഗിന്റെ ഇതൊക്കെ അതൊക്കെ ഉണ്ട്. 1961 യൂറി ഗാഗറിന് ഏപ്രിൽ 12 ഫസ്റ്റ് സ്പേസ് തുടങ്ങുന്നത്. ഇതൊരു അവർ പോയൊരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഉള്ളിലേക്കുള്ളത് കാണാം, നമുക്ക് കുറച്ച് കാണാമെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണെന്നുള്ള, പക്ഷേ അത് റഷ്യൻ ഭാഷയിലാണ്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ 2 ആളുകളെ വെച്ചിട്ടുണ്ട്. 2 അല്ല 3 പേരുണ്ട് ആക്ച്വലി അല്ലേ. നമുക്കെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അതെ, ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസെൻഡ് മൊഡ്യൂളാണ്, ഒറിജിനൽ വണ്ണാണ്. സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് ഡിസെൻഡ് ചെയ്ത് തരുന്ന ആ മൊഡ്യൂൾ അതിൻ്റെ ഒറിജിനൽ വേർഷനാണ്. ഇതിൻ്റെ പേര് വരുന്നത് കോമറ്റ എന്നാണ്. ടോട്ടൽ ഓഫ് 21 കോമറ്റ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്. അതിലൊന്നിൻ്റെ ഡിസൈൻ മൊഡ്യൂളാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ മെറ്റൽ ഉണ്ട്, ഗ്ലാസ്, കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, ഇതൊക്കെ നോക്ക്. അത്രയും ഹീറ്റൊക്കെ തട്ടിയിട്ട് റെസിസ്റ്റ് ചെയ്തിട്ട് പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഇതായിട്ടൊക്കെ വരുന്ന. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു എയറോസ്പേസ് കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി, കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഇതെന്താന്ന് പോയി നോക്കാം. ഇതും അത് തന്നെയാണ്. സോ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ അകത്തൊക്കെ ഒരു ഫ്രോസൺ ആയിട്ടിരിക്കുന്നുണ്ടെന്നും കാണാൻ പറ്റുന്നില്ല. ഇത് വേറെ, ഇത് സോയൂസ് സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫുള്ള് കാണാൻ പറ്റും. ഇത് ആക്ച്വലി റീസെന്റ് ആയിട്ടുള്ള സംഭവമാണ്. 2016 ഇതാക്കിയത്. ഏതിതോ അതിന്റെ ഡിസെന്റ് മൊഡ്യൂളാണ്. ഷേപ്പോക്ക് ബാങ്ക് പള്ളി ഉണ്ടോ അവിടെ? ഇവിടെ പള്ളിയുണ്ട്, ബാങ്ക് കേൾക്കുന്നേക്കാം. 2380 mm ഡയമീറ്റർ വരേണ്ടത്. ഇനി നമുക്ക് ഇവരെ കാരാൻ നോക്കാം. ഈ കാണുന്നതാണ് യൂറി ഗഗാറിൻ. പിന്നെ ഇവർ രണ്ടുപേരും വേറെ ആരാങ്ങാണ്ടൊക്കെയാണ്. ഇതൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓരോ ചീഫ് ഡിസൈനേഴ്സ്. ഇതാണ് യൂറി ഗാഗറിൻ. 1934
ജനിച്ചത് ഉം. 1968 അധികം അധികം? ഇല്ല. എത്ര അല്ല വയസ്സുള്ള അവിടെ എന്താ എഴുതി വെച്ചിട്ട് ചെറിയ കോട്ടേറ്റാണ്. മെയിൻ സ്ട്രെങ്ത് ഇൻ എ പേഴ്സൺ ഈസ് പവർ ഓഫ് സ്പിരിറ്റോ അങ്ങനെ എന്തോ ആണ്. ഇനി നമുക്ക് മ്യൂസിയത്തിന്റെ എൻട്രൻസിലോട്ട് പോയോ. എൻട്രൻസ് അങ്ങോട്ടാണ്, പക്ഷെ അതിന് അങ്ങോട്ടല്ലേ? മുമ്പായിട്ട് അവിടെ വേറെ എന്തോ സ്പേസ് ക്രാഫ്റ്റിൻ്റെ വേറെ കുറേ പാർട്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്നും കൂടെ പോയി നോക്കാം ആ ഭാഗത്തായിട്ട് ആ കാണുന്നൊരു ഏരിയയിൽ. പിന്നെ മ്യൂസിയം പോകേണ്ടത് അതിൻ്റെ അകത്തേക്കാണ്. റോക്കറ്റ് എഞ്ചിനെ കുറിച്ച് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ ഡിസൈൻ ചെയ്യുന്ന ആൾ പറഞ്ഞൊരു അതിങ്ങനെ ഞാൻ എയർക്രാഫ്റ്റിൻ്റെ ഇതല്ലേ, കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഈ റോക്കറ്റ് അല്ലല്ലോ, റോക്കറ്റ് സയൻസ് അല്ലല്ലോ. ഇങ്ങോട്ട് വാ. എന്തായാലും അറിയാവുന്നൊക്കെ പറഞ്ഞുതരും. എന്തായാലും ഇത് ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനാണ്. ഇവിടെ അതിൻ്റെ കമ്പഷൻ ചാമ്പർ കാണാം. കമ്പഷൻ ചാമ്പർ എന്താ അറിയില്ലേ? എനിക്കറിയില്ല. കമ്പഷൻ പറഞ്ഞാൽ എന്താ അറിയില്ല. ഇങ്ങോട്ട് വാ. അതിന്റെ മലയാളം എന്താ എനിക്ക് കുറേ അറിയില്ല. അതായത് ഫ്യൂവല് എയർ മിക്സ് ചെയ്തിട്ട് പവർ ഇത് കിട്ടണ്ടേ, മനസ്സിലായി. ആ കത്തിക്കണ സ്ഥലം അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ. അതാണ് കമ്പഷൻ ചാമ്പർ. അത് കാണണം. നമുക്ക് ഇതൊക്കെ ഇതതിൻ്റെ ഇത് റോക്കറ്റിൻ്റെ എഞ്ചിനാ? ഇത് എഞ്ചിന്. ഇത് എഞ്ചിൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ മ്യൂസിയം കാണുന്നത്. ഇതൊക്കെ എന്താ റോക്കറ്റിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ. അത് ഹോസ്റ്റൽ മോഡൽ അല്ല, ഇത് ഒറിജിനൽ എങ്ങാണ്ട അതാണോ? PAA Museum of Space Exploration and Rocket Technology, named for Valentin Glushko. Valentin Glushko is someone. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. സ്പേസ് സെൻറ്ററിൽ ഞങ്ങളിപ്പോൾ സ്പേസ് സെൻറ്ററിൻ്റെ അങ്ങോട്ട് കയറാൻ പോവാണ്, ആ ഒരു എക്സിബിഷൻ. സോ ടിക്കറ്റ് ഡിസ്നി പറഞ്ഞ പോലെ സ്പെസിഫിക് പറഞ്ഞു. ഇതൊക്കെ ആരൊക്കെയാണ് എന്നുള്ളത്. ഇതെന്താണ്? കുറേ ബുക്സും മെഡൽസും. ഇവിടെ ഫുള്ള് ഇതിലാണ് എഴുതിയിരിക്കുന്നത്. ചിലതൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്, റഷ്യനിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് എവിടെ ഉള്ളത്? ഇവിടെ ഉണ്ട് കുറച്ച്. ഇത് ഓരോ കോൺസെപ്റ്റ്സ് ഒക്കെ പറയുന്നതാണ്. ഇതാണ് സ്യോക്കോവ്സ്കി. അതാരാ? ഞാൻ ഇവിടുന്ന് വായിച്ചത്. ഇതെന്താണ്? ഇത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ മോഡൽ. സോവിയറ്റ് യൂണിയൻ 1986 അവർ ചെയ്ത ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ മോഡലാണത്. പിന്നെ ഇതൊരു റോക്കറ്റിൻ്റെ മോഡൽ. ഇതും 1970 ഒരു USSR അക്കാഡമി ഓഫ് സയൻസസ് ഉണ്ട് മോസ്കോയിൽ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് അവർ ചെയ്ത മോഡലാണ് കണ്ട്. അത് ആ എയർക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റഫ് സ്കെച്ച്. ഇത് ടെലിസ്കോപ്പ് പോലെ. ഇത് മറ്റേ ആർട്ടിലറി ഇതൊക്കെ 1941 ഉണ്ടായിരുന്നു. ഇതെന്താ? ഇത് മോഡൽസാണ്. ഇവിടെയൊക്കെ മോഡൽസാണ് കാണുന്നത്. ഇത് ബോംബർ എയർക്രാഫ്റ്റിൻ്റെ മോഡൽ. ഇതൊരു ബൈപ്ലെയിൻ. ബൈപ്ലെയിൻ പണ്ടത്തെ പ്ലെയിനിൻ്റെ ഇങ്ങനെയല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ആ ഒരു വീഡിയോക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ. ഈവനോ USSR മോഡലാണ് 1986. ഇതൊക്കെ ബോംബർ ഫ്ലൈറ്റാണ്. ഇത് ബോംബർ ഫ്ലൈറ്റാണ്. ഇതൊക്കെ ബോംബറാ. പിന്നെ ഇവിടെ 2 ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇതെന്തോ സ്പേസ് ക്രാഫ്റ്റ് മോഡലോ? ഈ വാലന്റിൻ ഗ്ലുഷ്കോ പറഞ്ഞ ആൾ ഇലക്ട്രിക്കലി പവേർഡ് റോക്കറ്റ് സ്പേസ് ഷിപ്പിന് പ്ലാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗലേറിയോ കെറ്റോ പ്ലാൻ. ഈ സ്ഥലത്ത് വെച്ചിട്ട് ചെയ്തത്. ഇലക്ട്രിക്കലി പവേർഡ് അല്ലേ? ഇതെന്താടാ? ഇതൊക്കെ ഇലക്ട്രിക്കൽ. ഇതെന്തോ മോഡലല്ലേ? ജെറ്റ് എഞ്ചിൻ്റെ മോഡൽ. ഇലക്ട്രിക്കൽ മോഡൽ. CNC മെഷീൻസോ? ടച്ച് അല്ലേ? ഇതൊക്കെ അതിൻ്റെ ടൂൾസ് എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നുണ്ടോ?
മെഷറിങ്ങും ഇവിടെ മെഷർമെൻറ്റിൻ്റെ ഇതും ഇത് ഡ്രില്ലിങ്ങിൻ്റെ ഒരു മിഷൻ്റെ ഒരു മോഡൽ. അവിടെ അന്നത്തെ എൻജിനീയേഴ്സ് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരുന്നു ഓരോന്നും ചെയ്യുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ ഡ്രോയിങ് ചെയ്യുന്നില്ലേ അവരൊക്കെ, അതിൻ്റെയൊക്കെ ടൂൾസൊക്കെ ഉണ്ട്. ടേബിള് ഇവിടെ ചവിട്ടാൻ പാടില്ലെന്നുണ്ട്. എന്താണിത്? അടുത്തേക്ക് വെച്ചിട്ട് ചവിട്ടരുതാണ്. ചോറിൻ്റെ എക്സ്പെരിമെൻ്റൽ ജെറ്റ് എൻജിൻ മോഡൽ, ഓരോ എൻജിൻ മോഡൽസാണ്. ORM മോഡൽ, ഓരോ ജെറ്റ് എൻജിൻസിൻ്റെ മോഡൽസ് ഉണ്ട് ഇവിടെ മാനുഫാക്ചർഡ് ചെയ്തത്. അതിൻ്റെ ഡ്രോയിങ്സ് കൂടെ ഉണ്ട്. എൻജിൻ പാർട്സ് ആണോ അതോ അതിൻ്റെ മോഡലാണോ? ഇതിനൊക്കെ ഒരു മോഡൽ പോലെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് ഹോൾ എൻജിൻ മോഡലിൻ്റെ കേസിംഗ് ആണ് ഇതിലൊക്കെ. റിയൽ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചത്. ഇതൊക്കെ ഏതാ മെറ്റീരിയൽ? ഏതാ ഇവിടെ എഴുതിച്ചിട്ടുണ്ടാവും, എനിക്കല്ല മെറ്റീരിയൽ ഏതാ ചോദിച്ചാൽ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടില്ലല്ലേ. സ്റ്റീൽ കമ്പഷൻ ചാമ്പർ വിത്ത് കോപ്പർ കോട്ടിങ്. കോപ്പറാണ് മെയിൻലി, കോപ്പർ ആൻഡ് സ്റ്റീൽ. ഇതൊക്കെ റിയൽ വൺസടാ, റിയൽ ബുദ്ധി കാര്യങ്ങൾ. അപ്രൂവൽസ് ആൻഡ് ഡ്രോയിങ്സും ഇവിടെ തണുപ്പ് വരുന്നു. ഇതെന്താ? സ്റ്റോറേജ് ടാങ്കാ, നൈട്രജൻ, കംപ്രസ് നൈട്രജൻ സ്റ്റോർ ചെയ്യുന്ന ടാങ്ക്. അതായിരിക്കും അന്നത്തെ ഫ്യൂവല്. ഇതൊരു റോക്കറ്റിൻ്റെ മോഡലാണല്ലേ, ആർട്ട് ആൻഡ് ഡിസൈൻ ഫാക്ടറിയിൽ ചെയ്ത. അവിടെ വേറെ മോഡൽ, കുറച്ച് ലുക്ക് ഉണ്ടല്ലേ. ഇത് അതേപോലെ അവിടെയാണ്. എൻജിൻ 09 എൻജിൻ OP1 എക്സ്പെരിമെൻ്റൽ ജെറ്റ്. ഇതെന്തോ മോഡലാ. ഓഫീസ് ഇതൊക്കെ റിയൽ ഐഡിയാസും. അല്ല, ഇതെന്തോ റൂമാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാ. ഇൻറ്റീരിയർ സ്റ്റഡി ഫോർ സയൻറ്റിസ്റ്റ്. ഏതോ ഒരു സയൻറ്റിസ്റ്റിൻ്റെ സ്റ്റഡി റൂം അത്. വാ, അതേപോലെ എന്തൊക്കെയുണ്ട്? ക്ലോക്ക് ഉണ്ട്, ടെലിഫോൺ ഉണ്ട്, പിന്നെ എന്തോ ഒരു ഡ്രോയർ പോലത്തെ ഉണ്ട്. ബാഗാണ് തോന്നുന്നത് അല്ലേ. സൂപ്പർ സോഫ ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന് ചിന്തിച്ചിട്ടാണ് ഓരോരോ ക്യാമറ ഒക്കെ ഇരിപ്പുണ്ട്. ഐഡിയാസ് ആയിട്ട് ഇവർ വരുന്നത്. തട്ടിപ്പൊട്ടിയാൽ എൻ്റെ പേര് തീർന്നു. ഇനിയാണ് നമ്മൾ റിയൽ കാണിക്കുന്നത്. ഇനി കുറേ നമുക്ക് ഞെട്ടാൻ റെഡിയാവാം. ഇതെന്താണിത്? റഷ്യയിലാവുന്നു. എന്തായാലും മോഡലാണ്. കുറേ റഷ്യയിലാണല്ലോ. നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇതല്ലേ യൂറിക് ആസിഡ്? എന്താ നോക്കട്ടെ ഏതാണേ. ഇവിടെ ഉള്ള പലതും അവരെ റഷ്യയിലാണ്ട് നോക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. ഇത് സോയൂസ് 9 എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പിൻ്റെ ഒരു മോഡലാണ്. ഇത് വേറൊരു സോയൂസ് സല്യൂട്ട് 6ൻ്റെ മോഡൽ. ഇതെന്താ ഒരു കോയിൻ പോലെ. ഇവിടുത്തെ സ്പേസ് ട്രാവലേഴ്സ്, സ്പേസിൽ പോലുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്.
വീഡിയോ എടുക്കും. ഇവിടെ നിന്നിട്ട് നമുക്കൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇത് സ്കെയിൽ മോഡലാണ്, ഇത് ഒറിജിനലാണോ? ഇതൊക്കെ ഒറിജിനലാ, മോഡലല്ല. RD-12 റോക്കറ്റ് എൻജിൻ 1972 സമയത്ത് ഉണ്ടാക്കിയത്. ഇതിന് ത്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. 200 to 600. പിന്നെ വെയിറ്റ് എത്ര? 77 kg ഉണ്ട് ഇതിന്. പ്യൂർ കെറോസിനും അതിൻ്റെ കൂടെ നൈട്രിക് ആസിഡും. കെറോസിൻ യൂസ് ചെയ്യാറുണ്ട്. ഇതും കെറോസിനാ. 1970-ലുള്ള ഇതൊക്കെ കെറോസിന് നൈട്രിക് ആസിഡാണ്. അതാണ് നൈട്രജൻ ചാമ്പറിനകത്ത് അവിടെ കണ്ടത്. റോക്കറ്റ് എഞ്ചിനാണ്. എന്തൊരു സിമ്പിളല്ലേ കാണാൻ. ഇത് ഫുൾ റോക്കറ്റ് എഞ്ചിൻ ഇവിടെ കാണാം, ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ. അപ്പോൾ ഇതെന്താ? ഇത് ചെറിയ വേർഷനല്ല, ചെറിയ എന്തിനെങ്കിലും ഇത് ചെറിയ ഏതിൻ്റെങ്കിലും റോക്കറ്റ് എഞ്ചിൻ ആയിരിക്കുമല്ലോ. ഇത് RD-108 റോക്കറ്റ് എഞ്ചിൻ, ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ. അതിനകത്ത് ലിക്വിഡ് ഓക്സിജൻ. ഇവിടെ ലിക്വിഡ് ഓക്സിജനും കെറോസിനും. ഇതിൻ്റെ ത്രസ്റ്റ് 942 kN. അതെന്താണ് ത്രസ്റ്റ്? എയർ ഫോഴ്സിൽ അത് പൊന്തുന്നുണ്ടാവേ. ഇത് ഞാൻ കേട്ടുപോകല്ല, അവിടെ കണ്ടില്ല നമ്മൾ വോസ്റ്റോക്ക് എൻജിൻ. അതാണത്. എൻജിൻ നമുക്ക് പോയിട്ട് ഇത് 1957 ആ സമയത്തുള്ള ഒരു എൻജിനാണ്. ഈ റഷ്യക്കാരുടെ അടുത്ത് എത്ര തരുന്നല്ലേ സ്പേസിൽ. RD-0109 എന്ന് പറഞ്ഞതിൻ്റെ കുട്ടി എൻജിൻ. അതൊന്നും അടിപൊളി. ഇതൊക്കെ അതായത് മിനിസ്ട്രി ഉണ്ടാക്കിയ എൻജിനാണ്. ഇത് വർക്ക് ഇതായിട്ടുണ്ടോ? ആർട്ടിഫിഷ്യലായിട്ട് സാറ്റലൈറ്റ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? സാറ്റലൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന. ഇത് ആക്ച്വലി യൂറി ഗാഗറിന് ഫസ്റ്റ് കോസ്മോണോട്ട് അല്ലേ അങ്ങനെ പോയ വെഹിക്കിളിൻ്റെ എൻജിനാണ്. മാൻഡ് സ്പേസ് ക്രാഫ്റ്റ് ആയിട്ടുള്ള വോസ്റ്റോക്കില്ലേ, അതിൻ്റെ എൻജിൻ RD-109 എന്ന് പറഞ്ഞ ആ എൻജിനത്. ആയിരിക്കും ലൈക്കണ്ടേ അല്ലേ? അല്ല, അതിൻ്റെ ഒരു മോഡൽ വരുത്തത്. അല്ല, ചിലപ്പോൾ വെക്കും, പറയാൻ പറ്റൂല. അതിൻ്റെ പല്ലൊക്കെ കണ്ടിട്ട് ഒരുമാതിരി സ്റ്റഫ്ഡല്ല അതിൻ്റെ മേലെ സ്കള്ളുമ്പോൾ സ്റ്റഫ് ചെയ്ത് ചേരാം ആയിരിക്കും. സ്കിൻ അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കും, അറിയില്ല. കാരണം ഇവിടെ റഷ്യയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും അതിനകത്ത് ഇയർ കാണിക്കും. ഞങ്ങളുടെ നെറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് അതിനകത്ത് നോക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ട്. യൂറി ഗാഗറിൻ ട്രാവൽ ചെയ്ത വോസ്റ്റോക്ക് എന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. അത് ഏതാ ഇയർ വെച്ചാൽ 1972. അത് ഇത് 1:10 1/10 സ്കെയിലാണിത്. ആക്ച്വലിൻ്റെ ഇതിൻ്റെ 10 times ആണ് റിയൽ വോസ്റ്റോക്ക്. ടോട്ടൽ വെയിറ്റ് വരുന്നത് ആസ്ട്രോണറ്റ്സിനെ കൂട്ടിയിട്ട് 4725 kg അതാണ് വരുന്നത്. അത്രയേ ഉള്ളൂ. 25 kg അത്രേ ഉള്ളൂ. ലെങ്ത്ത് വരുന്നത് 38.4 meter. ഇത് 3 meter. 3.84. ഞങ്ങൾ സാധാരണ കൊടുക്കുന്ന മറ്റേ മാർബില്ലേ, അതിനുണ്ട് 8 ടണ്ണൊക്കെ വരാറുണ്ട്. ഇത് ലൈക്കിനെ പറ്റിയത് അവിടെ കൊടുത്തിരുന്നത്. ഇവിടെ ഉണ്ട് സോളാർ റേ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഇതുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ എർത്ത് സാറ്റലൈറ്റിൻ്റെ ഫസ്റ്റ് മോഡൽ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എർത്ത് സാറ്റലൈറ്റിൻ്റെ മോഡൽ. എന്താ മോഡൽ ഓഫ് സ്പേസ് ക്രാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു മോഡൽ വോസ്റ്റോക്ക് സ്പേസ്. അപ്പോൾ അത് റിയലിറ്റി മോഡൽ. ഇതതിൻ്റെ ഓരോ ഇതായിരിക്കും അല്ലേ, ഓരോ സമയത്തത്തെ. ഇതെന്താ റിയലാ? ലിക്വിഡ് റോക്കറ്റ് എൻജിൻ. ഇത്
ഇത് സോയൂസ്, ഇത് വേണ്ട. ഈ എഞ്ചിനൊക്കെ നമുക്ക് ഇതിന് 408.5 kg വരുന്നത്. ഇത് മാൻഡ് വെഹിക്കിളാണ്, ആൾക്കാരെ കൊണ്ടുപോകും. ആൾക്കാർ കൊണ്ടുപോയതാ. സോയൂസ് അതിൻ്റെ പേര്. ഓ ഇതിപ്പോഴത്തെ പുതിയ മോഡൽ ഇതായിരിക്കും. മോഡൽ. ഓ ഇതൊക്കെ റിയൽ തിങ്സ്. $955. ഓരോ ഇവരുടെ പവർ കാണിക്കണം എല്ലാ വർഷത്തിലും. എല്ലാ ദിവസവും അവർ പോകുന്നുണ്ടല്ലോ. ഇത് 57-ലുള്ള എഞ്ചിനാണ്. 1952-57 എഞ്ചിൻ. കോസ്മോസ് റോക്കറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത്. ഇത് മാൻഡല്ലോ, മാൻഡാവില്ല, മാൻഡാണെന്നാണ് പറയും. ഇതൊക്കെ സ്കെയിൽ മോഡൽസാണ്. ഇത് വേറെ കോസ്മോസിൻ്റെ വേറെ ഇതുണ്ട്. ഇതൊക്കെ റിയൽ വൺസ് അല്ല. ഇവരെ ഇതുണ്ടാവില്ലേ, എൻ്റെ പേരാണ് GDL. GDL പറഞ്ഞാൽ ഗ്യാസ് ഡൈനാമിക് ലബോറട്ടറി. അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ GDL അവിടെ മാപ്പ് ഇട്ടിരുന്നു. ഇവിടുത്തെ ഇത് ഇതാണ് ഡൈമിത്തിൽ ഹൈഡ്രജൻ. അത് കെറോസിനല്ല. ഏതാ ഇയർ? അത് കെറോസിനാണ്. ഇതേതാ ഇയർ? 1962 ആയി. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതിനകത്തൊക്കെ ഹൈഡ്രജൻ. ഇതൊക്കെ മോഡൽസ് ആയിരിക്കും അല്ലേ? സ്കെയിൽഡ് മോഡൽ എല്ലാത്തിനും. ഇതൊക്കെ സ്കെയിൽഡ് മോഡലാണ്. ഇവിടെ ഒരു ഷിപ്പിൻ്റെ ഒരു സ്കെയിൽഡ് മോഡലാണ്. ഇതെന്ത് ഷിപ്പാടി? നമ്മുടെ മറ്റേ INS എന്താ? INR അല്ല, ഇതല്ല. ഇത് മറ്റേ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റലൈറ്റിൻ്റെതല്ലേ? അതിൻ്റെ ഇത് ഒരു സൈഡിൽ കൂടി പോവാം, ഇതിൽ കൂടി പോവാം. പിന്നെ എക്സിറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുമോ? ഒരു മാഗസിൻസും ഇതൊക്കെ തോന്നുന്നു. ഓരോരുത്തരുടെ ബുക്കും മാഗസിൻസും സ്പേസും റോക്കറ്റും അതിൻ്റെ സയൻസൊക്കെ ഓൾട്ടൊക്കെ. ഇത് ഭയങ്കര ഓൾട്ടാണ്. 1973 ഒക്കെയാണ്. 1970s ബുക്സ്. ഇത് മറ്റേ സ്പുട്നിക്കോ എന്താ ഞാൻ പറയണെങ്കിൽ, ഇത് ലൂണ 3 പറഞ്ഞ സ്പേസ് പ്രോബാണ്. മൂണിലേക്ക് സെൻഡ് ചെയ്താണ്. October 4, 1959. ഇതാണ് സക്സസ്ഫുള്ളി മൂണിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് അടുത്തിലേക്ക് സെൻഡ് ചെയ്തതെന്ന് പറയുന്നത്. ആദ്യമായിട്ട് സ്പേസ് സിഗ്നൽ ഫസ്റ്റ് ട്രാൻസ്മിഷനോ അങ്ങനെ എന്തോ ചെയ്തത്. അങ്ങനെ കിട്ടിയ പിക്കാണിത്, മൂണിൻ്റെ ഫസ്റ്റ് പിക്സൊക്കെ. അതിൻ്റെ ഒരു സ്കെയിൽ മോഡൽ അവിടെ കണ്ടത്. ഇതൊരു സ്കെയിൽ മോഡലാണ്. ഇതെനിക്കൊന്ന് ഓർക്കൊടുത്ത മെഡൽസോ സംതിങ് ഒക്കെ ആയിരിക്കും. ടോയ്സ് വെച്ചിട്ട് കളിക്കണേ. ടോട്ടോയ്സിനെ ചിലപ്പോൾ അവർ വിട്ടാണ്. ഇവരെല്ലാതും ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, കുറേയൊക്കെ റഷ്യനിലാണ് അല്ലേ? എനിക്കൊന്നത് റഷ്യൻസ് മാപ്പ് ചെയ്ത മൂണിൻ്റെ മാപ്പിംഗ് ആണ്. ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ അവർ ആയിരിക്കുമോ? കണ്ടോ 3 ഗ്ലോബ്. ഇത് അടിപൊളിയായല്ലോ. ഇതിനകത്തുള്ള ചിലപ്പം മൂണിൻ്റെ ഒരു മാപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഞാൻ ചിലപ്പം എനിക്കറിയില്ല മൂന്നിനൊരു മാപ്പ് ഉണ്ട്. ഞാനും ആദ്യമായിട്ടാണ്. ചിലപ്പോൾ അമേരിക്കൻസ് വേറെ ആയിരിക്കും ചെയ്ത് വെച്ചിരിക്കുന്നത്, നാസ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊളാബ് ചെയ്യില്ലല്ലോ. ഇതാണ്. ഇതെന്താണ്? ഓഷൻ ഉണ്ടോ? ഓഷൻ അങ്ങനെ ഒക്കെ ഓഷൻ എന്നാ ഇതൊക്കെ വേറെ എന്തോ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന സ്റ്റഫ്സാണ്. ഇത് ഒരു സ്റ്റിൽ മോഡലാണ്.
അതായത് മൂണിൽ വെച്ചിട്ട് എൻ്റെ എതിർക്കുന്നൊരു റൊബോട്ടിക് ആയിട്ടുള്ള എന്തോ കണ്ടാണ്. അതിൻ്റെ ഈ വീൽസിൻ്റെ ഒറിജിനൽ ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇത് സ്കെയിൽഡാണ്. ഇത് സ്കെയിലാണ്. ഇതിന് 3 ഇരട്ടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയൽ ആ വീലിൻ്റെ വീലാണ് സൈസ് ഇതും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് മനസ്സിലാക്കാനുള്ളൂ. ഇതും അങ്ങനത്തെ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന എന്തോ വേണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഒരു മൂൺ റോവറിൻ്റെ സ്കെയിൽഡ് വേർഷൻ നമുക്ക് ഈ കാണുന്നത്. ലൂണോ ഹോട്ട് എന്ന പേര്. ഇതിന് 3 ടൈംസ് ഉണ്ട്. ഇത് റിയൽ വൺ. ഇതിൻ്റെ വീലാണ് ഇവിടെ കാണുന്നത്. സോ ഇതിൻ്റെ വീലും ഒറിജിനൽ വീൽ ഇതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈസ് മനസ്സിലാവും. ഇതും അതുപോലത്തെ ഒരു റോവർ അങ്ങോട്ടാണ്. ഇത് മാർസിലേക്ക് അയച്ച ഒന്നിൻ്റെ മോഡലാണ്. അതിൻ്റെ താഴെ കാണിക്കുന്നത് പാസബിലിറ്റി എസ്റ്റിമേറ്റിംഗ് വെഹിക്കിൾ. അതായത് മാർസിൻ്റെ സോയിലിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫിസിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും പഠിക്കാൻ വേണ്ടി അയച്ചത്. അതിൻ്റെ റിയൽ തിങ്. ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു അനിമൽ, റിയൽ അനിമൽ നിൽക്കുന്ന പോലെ പെട്ടെന്ന് തോന്നി. ഇതെന്താ ജസ്റ്റ് ഇത് പ്രൈമേറ്റ് ബയോ കണ്ടെയ്നർ. പ്രൈമേറ്റ് പറഞ്ഞാൽ പണ്ടത്തെ മനുഷ്യരില്ലേ, മങ്കി ഷേപ്പിലുള്ള. ആ സമയത്ത് ആൾക്കാരെ ഇട്ട് വെക്കണം ബയോ കണ്ടെയ്നർ, മങ്കി ഡമ്മി അങ്ങനെയല്ലേ ഇട്ട് വെക്കണം. മീൻസ് പ്രിസേർവ് ചെയ്യുന്ന ടൈപ്പൊക്കെ. എന്തോ ടെമ്പററി എക്സിബിഷൻ എന്തോ അതല്ല. ഇതേപോലെ വെച്ചവർ പരീക്ഷണങ്ങൾ ചെയ്തിരുന്നത് എങ്ങനെയായിരിക്കും? മേ ബി ഈ പറഞ്ഞ ഇവരെ വെച്ചിട്ട് എന്തൊക്കെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. പക്ഷെ പ്രൈമേറ്റ് എന്തായാലും അങ്ങനത്തെ ഇത് വെക്കണം കണ്ടെയ്നർ. അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇതാണ് സ്പേസിൽ തിന്നുകൊണ്ടിരുന്ന ഫുഡ്. സാമ്പിൾസ് ഓഫ് ക്യാൻഡ് ഫുഡ്, റെഗുലർ ഡയറ്റ് ഓഫ് അത് ഫുഡല്ല, ആസ്ട്രോണറ്റ്സിൻ്റെ ഫുഡാണത്. ക്യാൻഡ് ഫുഡ്. നൈസ്, രസമുണ്ടല്ലോ കാണാൻ. ഇങ്ങനെ ആയിരിക്കും അവർ കൊണ്ടുപോലെ ഇങ്ങനെ പേസ്റ്റ് രീതിയിൽ മോസ്റ്റ്ലി ആക്കിയുണ്ട്. കമ്പാക്ട് ചെയ്ത് കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ടും. ഇവിടെ ഒരു സംഭവം മനസ്സിലാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഇത് കാണാം. ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യ കൊളാബറേഷൻ ചെയ്തിട്ടുള്ള സ്പേസ് മിഷൻ്റെ ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. പല കൺട്രീസിൻ്റെ ഉണ്ട്. റഷ്യ, ഫ്രാൻസിൻ്റെ ഉണ്ട്. ഇന്ത്യ ആയിട്ടുള്ളതൊക്കെ വലുതായിട്ട് തന്നെ ഇന്ത്യ ബാക്കിലോട്ടല്ല സ്പേസ്. ഇവിടെ ഫുള്ള് ഇന്ത്യയുടെ എംബ്ലംസ് ആണ് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ റഷ്യയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കൺട്രീസായിട്ട് വിയറ്റ്നാമായിട്ട് ചെയ്തിരിക്കുന്നത്, ക്യൂബായിട്ട് ചെയ്തിരിക്കുന്നത്. വിയറ്റ്നാം, ക്യൂബ, പിന്നെ വേറെ ഏതൊക്കെയാണ് കൺട്രീസ്? സോവിയറ്റ് തിങ് അല്ലേ. ഏതൊക്കെ കൺട്രീസായിട്ട് കൊളാബറേറ്റ് കുറേ പൊളിറ്റിക്സും റിലേറ്റഡ് അല്ലേ ഈ സ്പേസിൽ. പിന്നെ ഫസ്റ്റ് ആരെത്തി എന്നുള്ളതൊക്കെ തന്നെ ഇപ്പം ഡിബേറ്റബിൾ അല്ലേ. നമ്മൾ ഇവരുടെ റിയൽ തിങ്സ് കാണാൻ പോവാണ്. ഇത് നോക്കാം നമുക്ക്. ലോഞ്ച്മെൻറ്റ് ഫോർ ദി കെസ്ബ് ക്യൂ ചെയർ അറ്റ് സോയിസ് സ്പേസ് ക്രാഫ്റ്റില്ലേ, അതിൻ്റെ ചെയർ. അത് റിയൽ ചെയർ. അവരിരുന്നതിൻ്റെ ചെയർ. അതിൻ്റെ ഇങ്ങനെ അവരിങ്ങനെ ഇരിക്കണത് നോക്ക്. കാലിങ്ങനെ വെച്ച് അങ്ങനെ ബെൽറ്റൊക്കെ സെക്യൂർ ചെയ്ത്. എനിക്ക് തോന്നുന്നത് യൂറി ഗാഗറിൻ്റെ ആയിരിക്കും. കളറുണ്ട്. അല്ല, ഇത് വേറെ ആളുടെ വെറ്റ് സ്യൂട്ട് ഓഫ് ദി പൈലറ്റ് കോസ്മോണറ്റ് UV റോമനേനോക്കോ. ഓക്കെ, അപ്പം ഞാൻ ഇതിനൊന്ന് കേൾക്കട്ടെ. ആസ്ട്രോണറ്റായി അതിൻ്റെ ബാക്ക്. ഞങ്ങളിപ്പോൾ സ്പേസ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പാലസ്കോറിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ആ ഫോർട്രസ് ഉണ്ടായിരുന്നു. ആ ഫോർട്രസിൽ നിന്ന് ഇറങ്ങി അതൊരു പാലമാണ്. പാലം കടന്ന് ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഹെർമിറ്റേജ് ആണ്. ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ ഹെർമിറ്റേജ് ആണ്. ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അടിപൊളി വ്യൂ ആണിത്. അതെ, ഈ കാണുന്ന ഫുള്ള് നേവാർ റിവറാണ്. ഇവിടുന്ന് ഈ ബ്രിഡ്ജ് കയറി ഞങ്ങൾ പോകണം. ഈ ബ്രിഡ്ജാണെങ്കിൽ വലിയ കപ്പലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പൊക്കി കൊടുക്കുന്ന ബ്രിഡ്ജാണ്. ഐ മീൻ ഓപ്പണിംഗ് ഉള്ളതാണ് ഈ ബ്രിഡ്ജ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഒരു കപ്പൽ അവിടെ ഇട്ടിരിക്കുന്നതാണ്. റെസ്റ്റോറൻറ്റ് നമ്മള് കണ്ടില്ലേ എന്തൊക്കെയുണ്ട്. വേറെ കുറെ ഈ റിവറിന്റെ ആയിക്കോട്ട് നടക്കുമ്പോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണോ അറിയില്ല, ഞാൻ ഓർക്കുന്നു. നേവാർ റിവർ ഞങ്ങൾ അങ്ങനെ ക്ലോസ് ചെയ്തില്ല. ഇപ്പൊ നേവാർ റിവർ അവള് വീണേനെ. ഈ കാണുന്നതാണ് നേവാർ റിവർ. ഇവിടെ വണ്ടികളൊക്കെ പോകുന്നതാണ്, ട്രാം പോകുന്നുണ്ട്. ഇവിടുത്തെ പാലത്തിൻ്റെയൊക്കെ അല്ലേ ഈ ഇതിൻ്റെയൊക്കെ വർക്ക് കണ്ടില്ലേ? അല്ലടി, ഇത് കണ്ടോ? ക്ലോക്കോ? ക്രോസ്. ഓക്കെ 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 ഓക്കെ. ഈ പാലത്തിൻ്റെ അവിടെ നല്ല ബ്ലോക്കുണ്ട്. ഇവിടെ വരുന്ന വഴിക്ക് കണ്ട ഒരു ബിൽഡിങ്ങാണ്. പാലസ് സ്ക്വയറാണ് അവിടെ ഉള്ളൊരു ബിൽഡിങ്ങാണ്. ഒരു 4 പേര് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു റൂഫ് പോലെയാണ് ഇവിടെ ഉള്ളത്. 4 സോറി, ഇവിടെ ഒരുപാടുണ്ട്. 1 2 3 4 5 6 7 9 10 പേര് നിൽക്കുന്ന പോലെ. ഒരു ഗ്രീക്ക് സ്റ്റൈലല്ലേ ഇത്? ഒരു ഗ്രീക്ക് സ്റ്റൈലാണ്. ഞങ്ങളിപ്പോൾ പാസേജ് എന്നുള്ളൊരു മാളിൽ നിൽക്കുകയാണ്. അവിടെ കണ്ടൊരു ഷോപ്പുണ്ട്, സ്കിൻ കെയർ കുറേ ഉണ്ട്. ഇവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞങ്ങളപ്പോൾ അവിടെ ഓഫേഴ്സ് ഉണ്ട്. ഇപ്പം മാസ്ക് ഉണ്ട്, ഒരു കൊറിയൻ ബ്രാൻഡ്. അതൊന്നും എൻ്റെ ആരോ 119 രൂപീസിനാണ് കണ്ടത്. 126 119 ഇതൊന്നാണ്. പെട്ടെന്ന് രണ്ടെടുക്കല്ലേ? രണ്ടെണ്ണം ഞങ്ങളെടുത്ത് വേറെ കാണിച്ചു തരാം. ഗാർണിയറിനൊക്കെ നാട്ടിലെ റേറ്റ് തന്നെയാണോ ഒന്നുകൂടെ 1000 സംതിങ്. ബയോഡർമ. അതുപോലെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നോക്കുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ സാമ്പിളാണ് ഇതിലിരിക്കുന്നത്. അതന്നെ ഈ കളർ നോക്കട്ടെ. 15. ഇതിനെത്ര റേറ്റ്? 299. അങ്ങനെയാണോ? ഒരു ലിപ്സ്റ്റിക്കും ഫേസ് മാസ്കും എടുത്തു. ഇവിടെ എല്ലാതും ഉണ്ട്. ഡിയോർ, ബോബി ബ്രൗൺ, മാക്. അതാണ് 1850s അങ്ങനെ എന്തോ അല്ലേ നമ്മൾ കണ്ടത് ഇതിൻ്റെ ഈ നാൾ തുടങ്ങിയിട്ട്. എന്തോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. 330 ആയിട്ടുള്ള ഒരു മാസ്ക്, ഒരു ലിപ്സ്റ്റിക് ആണ് എടുത്തത്.
റഷ്യൻ ജ്വല്ലറി. ഞങ്ങളിപ്പോൾ ഉള്ളത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് മോസ്കോയിലേക്ക് ട്രെയിൻ ഉണ്ട്. ബാക്കി 2-3 ഡേയ്സ് ഞങ്ങൾ മോസ്കോ തന്നെ ആയിരിക്കും. ഇവിടത്തെ 3 ഡേയ്സ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. നല്ല ടയറിംഗ് ആയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലത്തെ ഏരിയയാണ്. ഞങ്ങൾ മോസ്കോ പോലെയല്ല, ഇവിടെ അത്യാവശ്യം ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവറിത്തിങ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. സോ ഇതായിരിക്കും ഞങ്ങളുടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ലാസ്റ്റ് മൊമെന്റ്സ്. സോ ഇതായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ഡേ എത്രയാണ്? 5. ഓക്കെ, ഇതായിരിക്കും ഡേ 5 വീഡിയോ. സോ നാളെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അതെ, ഹോപ്പ്ഫുള്ളി അതിന് പോകാൻ പറ്റും. അപ്പൊ നല്ല വീഡിയോസ് എടുക്കാം, നോക്കാം. അതെ. ഓക്കെ, ബൈ ഓൾ.